ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ ഈ ശാരദാമ്മയോട് ശ്യാമ സംസാരിക്കുന്നത് കേൾക്കുകയാണല്ലോ. അങ്ങനെ സത്യഭാമക്ക് ഭയങ്കര ഞെട്ടലാവുകയാണ്. ഇവളുടെ കുഞ്ഞല്ല ഇന്ന് ഇവള് ശാരദാമ്മയോട് പറയുന്നത് കേട്ടല്ലോ. ഈശ്വര, എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്നറിയാതെ സത്യഭാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. മര്യാദക്ക് തുറന്ന് പറയടി, ആരുടെ കുഞ്ഞാണ്? നിൻ്റെ ഇതല്ലേ പപ്പിമോള് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ ശ്യാമ ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ. കാരണം തനിക്ക് അപ്പോഴൊരു കള്ളം പെട്ടെന്ന് പറയാനും കഴിയുന്നില്ല. അങ്ങനെ ഈ സമയം സത്യാമ്മ ചോദിക്കും, നിന്നോടല്ലേ ചോദിച്ചത്, ആരുടെ കുഞ്ഞാണത് എന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ ശ്യാമ, സത്യാമ്മേ അത് ഞാൻ പറയട്ടെ, നിന്നോട് പറയാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ കുഞ്ഞല്ലെങ്കിൽ അത് ആരുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശ്യാമ പറയണേ, സത്യാമ്മേ അത് വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞല്ലേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സത്യാമ്മ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ കുഞ്ഞോ, അതെങ്ങനെയെന്നുള്ള ആ ഒരു അന്താളിപ്പിൽ സത്യാമ്മ നിൽക്കണേ. ഇതേ സമയം സത്യാമ്മ വീണ്ടും ചോദിക്കും, എനിക്ക് എന്തും ഞാൻ സഹിക്കും, പക്ഷെ നുണ പറച്ചിലും എന്നെ വഞ്ചിക്കുകയും ചെയ്തതിനാണ് നിൻ്റെ ചേച്ചിക്ക് എന്നീ വീട്ടിൽ ജീവിതമില്ലാതായിരുന്നത്. കാരണം അവൾ ഈ നുണ പറച്ചിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പറ്റിച്ചും മറ്റുള്ളവരെ കബളിപ്പിക്കലുമാണ് അവളുടെ പണി. അതുകൊണ്ട് നീയും അതേ തൊഴിലെടുത്തോ. വിഷ്ണുവിൻ്റെ കുഞ്ഞെന്നോ മര്യാദക്ക് പറയടി, എൻ്റെ മോൻ്റെ കുഞ്ഞെന്നോ എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ ഉടൻ തന്നെ ശാലിനി പറയണ, ആ വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞാണ്, പക്ഷേ അത് എങ്ങനെയെന്നുള്ള അർത്ഥത്തിൽ സത്യാമ്മ വീണ്ടും തിരിച്ച് ചോദിക്കുമ്പോൾ ശ്യാമ പറയണേ, സത്യാമ്മേ അത് അവള് വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞെന്നല്ലേ, കാര്യം എൻ്റെയും രോഹിത്തിൻ്റെയും കുഞ്ഞാണെങ്കിലും അവൾക്ക് എപ്പോഴും ഇഷ്ടം വിഷ്ണുവേട്ടനെയല്ലേ, അവൾ വിഷ്ണു അച്ചാന്നല്ലേ അവരെ വിളിക്കുന്നത്. അതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, എൻ്റെ കുഞ്ഞല്ലല്ലോ, ഞാൻ പറയുന്നതിനനുസരിച്ചിട്ടല്ലല്ലോ അവൾ കാര്യങ്ങൾ നീക്കുന്നത്. സത്യാമ്മയും വിഷ്ണു അച്ഛനൊക്കെ അല്ലേ അവളുടെ പ്രിയം എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സത്യാമ്മ പറയും, ഇത് നീ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അതാണ് സത്യാമ്മ അക്കാര്യത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞതാണ്, അവളുടെ അച്ഛനും വിഷ്ണു അച്ഛനൊക്കെ അല്ലേ അവൾക്ക് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത്, താഴെ ഇപ്പോൾ ഇതൊക്കെ ചെയ്തത് അവളുടെ വിഷ്ണു അച്ഛനല്ലേ എന്നുള്ളത് അമ്മയോട് പറഞ്ഞതാണ്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞതാണ്, വഴക്ക് പറഞ്ഞതാണ് എന്നെ എന്ന് പറയുമ്പോൾ സത്യാമ്മ അതങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ സത്യാമ്മ പറയണേ, അങ്ങനെയാണെങ്കിൽ നന്നായി എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യാമ്മ അങ്ങ് പോകുന്നു കേട്ടോ. എന്നിട്ട് ഇനി ഇവിടെ മാറി നിൽക്കാതെ മര്യാദക്ക് താഴോട്ട് വാ എന്ന് പറയണേ. അങ്ങനെ സത്യാമ്മ ശ്യാമയും കൊണ്ട് താഴോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനിയും കുഞ്ഞുങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സത്യയും കൂടി. അപ്പോൾ സത്യം ഒരുപാട് ആകാംക്ഷയോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ശാലിനിയോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ, നീ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് തന്നെയല്ലേ മോളെ പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാതെ പെട്ടെന്ന് ശാലിനിയുടെ വായിൽ നിന്ന് അത് വീഴുകയും ചെയ്യും കേട്ടോ. നീ നിൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടല്ലേ മോളെ പോകുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന സത്യ പറയണേ, എന്താ അമ്മ പറയുന്നത്, എൻ്റെ അച്ഛൻ്റെ വീടാണോ, സത്യയുടെ അച്ഛൻ്റെ വീടാണോ പപ്പിയുടെ വീടും എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത്, പപ്പി എനിക്ക് നിനക്കും എങ്ങനെയാണോ അച്ഛനമ്മമാർ, അതായത് പപ്പിയുടെ അച്ഛനമ്മയും നിൻ്റെ അച്ഛനമ്മയല്ലേ അവളുടെ അമ്മ, ഞാൻ അങ്ങനെയൊക്കെയാണ് തിരിച്ചും മറിച്ചും അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ, ആ അങ്ങനെയല്ലേ എന്നിങ്ങനെ തിരിച്ച് സത്യ പറയണം. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ശാലിനി നെടുവേർപ്പിടുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും ഇവിടെ ഗംഭീരമായി തന്നെ ആഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മധുശ്രീ വരുന്നത് കേട്ടോ. ശരിക്കും റീമേക്കിൽ മധുശ്രീ ഉള്ളിലോട്ട് തന്നെ കടന്നു വരുന്നുണ്ട്. ഇവിടെ എന്തോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മധുശ്രീ കടന്നു വരുമ്പോൾ സത്യാമ്മ ചോദിക്കുകയാണ്, നിന്നെ വിളിച്ചില്ലല്ലോ, ഈ വിളിക്കാത്ത പരിപാടിക്ക് എന്തിനാണ് നീ വന്നിരിക്കുന്നത് എന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട്, സത്യാമ്മ അതിന് സത്യാമ്മയുടെ കൊച്ചുമോളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നാട്ടുകാർ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കടന്നു വരാം എന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും അലമ്പുണ്ടാക്കാനാണെങ്കിൽ നിൽക്കണ്ട, കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, കാർത്തികയുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാക്കരുത്, അതുകൊണ്ട് ഇനി പോകാൻ നോക്കിയതൊക്കെ പറയുമ്പോൾ, ഇല്ല സത്യമേ ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് എന്ന രീതിയിൽ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ റീമേക്കിൽ അങ്ങനെയാണ്, ഇനി മലയാളത്തിലുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും മധുശ്രീ വരുന്നുണ്ട് മലയാളത്തിൽ. അങ്ങനെ മധുശ്രീ കാർത്തികയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് കാർത്തികയോട് പറയാണ്, അതെ നിൻ്റെ വേലത്തരം നിർത്തിയേക്ക്, നീ എന്നോട് പറഞ്ഞതെന്താ, ഈ വീട്ടിൽ എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും എന്തൊന്ന് ഇവിടെ ഒരു ഇല ഇളകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടിയാണെന്ന് പറഞ്ഞ് നീ എന്നെ ഇപ്പോൾ എന്താ കാണിച്ചിരിക്കുന്നത്, എന്നെ കബളിപ്പിച്ചിരിക്കുകയല്ലേ. ഇവിടെ ശാലിനി വരുന്നു, അതുപോലെ സത്യഭാമയുടെ കൊച്ചുമകളുടെ ബർത്ത്ഡേ, ഈ സത്യ എന്ന് പറയുന്നത് ശാലിനിയുടെ മകളല്ലേ, അവൾ ഇവിടെ എത്തുന്നില്ല, ഇതൊന്നും നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ശാലിനി ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല, കൊച്ചുമകൾ ഇവിടെ ബർത്ത്ഡേ കൂടാൻ പാടില്ല, ഇതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഇത് എന്താ ഇവിടെ ആവർത്തിക്കുന്നതെന്നുള്ള ചോദ്യമായിട്ടോ. അപ്പോൾ ഉടൻ തന്നെ കാർത്തിക ഇങ്ങനെ ആകെ പേടിക്കണം, മര്യാദക്ക് എൻ്റെ കൂടെ പുറത്ത് വാ എന്ന് പറയണേ, ആരും കാണാതെ ഇവരുടെ കണ്ണ് വെട്ടിച്ച് നീ പുറത്തോട്ട് വാ എന്ന് പറയണേ. അങ്ങനെ അവർ ഗേറ്റിൽ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി അപ്പുറത്തോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സമയം ഒരു സൈഡിൽ ഇങ്ങനെ പോലീസുകാരിങ്ങനെ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട്.
അപ്പോൾ പോലീസുകാരിങ്ങനെ വണ്ടികളൊക്കെ തടഞ്ഞിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മധുശ്രീ ഇങ്ങനെ കാർത്തിയോട് പറയുന്നത്, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു, നിൻ്റെ ജീവിതം ഇനി എൻ്റെ കൈകൾക്കുള്ളിൽ, അതുകൊണ്ട് സത്യം ഇനി എല്ലാം അറിയട്ടെ, വിഷ്ണു നീയും കളിച്ച കളിയാണ് എന്ന് സത്യാമ്മയെ പൊട്ടിയാക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യാമ്മ ഇനി അറിയണം, ഇനി മറിച്ച് വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് വിഷ്ണുവിൻ്റെ ആ ശാലിനിയെ കാണാനുള്ള ആ തത്രപ്പാട് കാണുമ്പോഴൊക്കെ കാർത്തികയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് നിൽക്കുന്ന സമയത്താണ് കാർത്തികയെ ഈ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടോ മധുശ്രീ. അങ്ങനെ മധുശ്രീ പറയാണ്, കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു, ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും അവളിവിടെ വരുന്നുണ്ടല്ലോ, അവളുടെ കുഞ്ഞും വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് ഒരു മരണം നടന്നിരിക്കണമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കാർത്തിക പറയണേ, എന്താ നിങ്ങൾ പറഞ്ഞത്? ഒരു മരണം നടന്നിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഹർഷനുമായുള്ള ജീവിതം, അത് ഗോവിന്ദ വിഷ്ണുവുമായുള്ള ജീവിതം നിനക്ക് ഉണ്ടാവില്ല, നിനക്കൊരു സേഫായ ഒരു ജീവിതം കിട്ടില്ല. സത്യാമ്മയോട് പറഞ്ഞ് നിന്നെ ഒരു പട്ടിയെ പോലെ ആട്ടിയിറക്കും, അവരുടെ ഗണ്ണ് കൊണ്ട് നീ മരിക്കുന്ന അവസ്ഥയെത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോഴാണ് കാർത്തികയുടെ മുന്നിലൂടെ ജയശങ്കർ ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ. അത് മധുശ്രീയും കാണുന്നില്ല, കാർത്തികയും കാണുന്നില്ല. ജയശങ്കറാണെങ്കിൽ മുന്നിലൂടെയാണ് പോകുന്നത്. തൊടാനുള്ള കയ്യകലം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ജയശങ്കർ ഇവരെയും കാണുന്നില്ല. കാരണം ജയശങ്കറിൻ്റെ മൊബൈൽ നോക്കിയിട്ടാണ് ജയശങ്കർ പോകുന്നത്. അവളെ കണ്ടെത്തണം എന്ന ആ വാശിയോട് കൂടി കാർത്തികയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ തൻ്റെ മുന്നിൽ പോലീസുകാരുടെ മുന്നിലോട്ടാണ് കേട്ടോ ജയശങ്കർ എത്തുന്നത്. അപ്പോൾ ജയശങ്കറിനോട് ചൂടാവുന്നുണ്ട് പോലീസുകാരൻ, താൻ എങ്ങോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത്? സാറുമാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തിനാണ് ഞങ്ങളെ കാണുന്നത്? അതെ, എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഭാര്യയാവേണ്ടവൾ ഇന്ന് പോയിരിക്കുന്നു എന്ന് പറയണേ. എന്താ ഈ പറഞ്ഞത്? അവൾ ചാടിപ്പോയിരിക്കുന്നു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ആകെ ഞെട്ടിപ്പോവാണ് പോലീസുകാരെ. എന്താ നീ പറയുന്നത്? അവളുടെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ട്? ഇതാ ഈ ഫോട്ടോ ആണെന്ന് പറയണേട്ടാ. അങ്ങനെ ആ SIക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലൊരു കോൺസ്റ്റബിൾ പറയാണ്, ഇത് സത്യാമ്മയുടെ വീട്ടിലാണ് ഈ കുട്ടി നിൽക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്, സത്യാമ്മയുടെ കൂടെ പല തവണകളായി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയണ്ട. അത് കേൾക്കുന്നതിനോട് കൂടി ജയശങ്കർ പറയണം, എനിക്കവളെ വേണം, അവളുടെ അച്ഛനും അമ്മയൊക്കെ ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്, എനിക്കവളെ വേണമെന്ന് പറയുമ്പോൾ SI പറയണം, എന്നാൽ ജീപ്പിലോട്ട് കയറി സത്യാമ്മയുടെ വീട്ടിലോട്ട് പോവാ എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം മധുശ്രീ ആണെങ്കിൽ പണി പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. മധുശ്രീ കാർത്തികയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ചെയ്യോ? എന്തായാലും ഇന്ന് അവിടെ ഒരു മരണം നടന്നിരിക്കണം. സത്യാമ്മയുടെ കൊച്ചുമോളായ സത്യ അല്ലെങ്കിൽ ശാലിനി, ആരെങ്കിലും ഒരാൾ മരിച്ചിരിക്കണം. അവൾക്ക് വേദനകളിലൂടെ മുകളിലൂടെ ഇഞ്ചിഞ്ചിയായി അവളെ കൊല്ലണം. അതിന് എനിക്ക് ഏറ്റവും നല്ല മാർഗ്ഗം ഈ പറയുന്ന സത്യം മരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പപ്പി മരിക്കണം. ഏതെങ്കിലും ഒന്ന് മരിച്ചാൽ സത്യാമ്മ എന്തായാലും ഇവളെ കുറ്റപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല എങ്കിൽ നിൻ്റെ ജീവിതം ഇനി പറയാനില്ല എന്നിങ്ങനെ പറയാനേട്ടാ. അങ്ങനെ കാർത്തിക വളരെ വിഷമത്തോടു കൂടി വീട്ടിലോട്ട് പോവാണ്, വിഷ്ണുവിൻ്റെ അരികിലോട്ട് പോവാണ്. അപ്പോൾ വിഷ്ണു ചോദിക്കാൻ, താനിത് എവിടെ എഴുതുന്നുണ്ടോ? ഞാൻ ഒത്തിരി നേരമായി തന്നെ അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ അപ്പുറത്ത് പെട്ടെന്ന് അർഷനെ കുറിച്ച് ഓർത്തപ്പോൾ അങ്ങോട്ട് പോയതാണ്. അങ്ങനെയാണോ? എനിക്കെന്തേ ശാലിനിയെ കാണാനുള്ള ആ തിടുക്കം, അത് പറയാൻ വയ്യ എന്ന് പറയണം. അപ്പോഴാണ് ശാലിനി ഉമ്മറത്ത് വന്നിറങ്ങുന്നതായിട്ടാ. അങ്ങനെ ശാലിനി തൻ്റെ കുഞ്ഞിനോട് പറയാണ്, മോളെ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, ഇതിനി പപ്പിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ഇത് നിനക്കുള്ള ഗിഫ്റ്റ് വീട്ടിലുണ്ട്, ഇത് ഫുള്ള് പപ്പിക്കാണ്, എൻ്റെ സത്യമോൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിയോട് വരുന്നില്ലേ എന്ന് കുഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ശാലിനി പറയണേ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണം, അതൊന്നും പറ്റില്ല, അമ്മ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഇല്ല മോളെ, ഞാൻ വരുന്നില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വിടാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ ഇനി അവിടെ അടിപൊളി ഒരു സീന് നടക്കുന്നത്. പോലീസും അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഇനി നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.